ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷൻ അല്ല കേട്ടോ. അതായത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ആകുമ്പോൾ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കുറച്ചായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റായിട്ടൊന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് 3 ദിവസത്തെ ചെറുതായിട്ടുള്ള ക്ലിപ്പാണ്. ഇത് ഫസ്റ്റ് ഡേ ആണ്. സോ ഫസ്റ്റ് ഡേ മോർണിംഗ് തന്നെ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഹെയർ നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ഒരു ചെറിയ എന്താ പറയുക, സിറം എന്നൊക്കെ പറയും. അപ്പോൾ രാവിലെ അതിന് വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ്. വെള്ളം ചൂടാക്കിയ ശേഷം നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് തന്നെ ഇവിടെ ബോട്ടിലായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം അത് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 10-11 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ റെഡായിട്ടൊക്കെ വരും. റെഡല്ല, ഒരുമാതിരി ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു കളറിൽ നമുക്ക് വെള്ളം കിട്ടും. ഈ ജീരക വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ഫീലാണ് കേട്ടോ എനിക്കത് തിളപ്പിക്കുമ്പോൾ കിട്ടാറ്. അങ്ങനെ അത് മാറ്റി വെക്കുകയാണ് ചൂടാകാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം തിളച്ച് നമുക്കിങ്ങനെ പതയൊക്കെ വരും. അത് പതയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫാക്കാം. പിന്നെ ലൈറ്റ് അതായത് സിമ്മിലിടുന്നതായിരിക്കും നല്ലത് ഗ്യാസ്. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ളതൊക്കെ ഉണ്ട്. ഒരിക്കൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇട്ടത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടാറുന്ന വരെ വലിയ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വർക്ക് തന്നെ. അങ്ങനെ എന്താ പറയുക, ഇത് വന്നിട്ട് എൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. അപ്പോൾ അവൻ രാവിലെ തന്നെ ഫോൺ എടുത്തിരിക്കുന്നതുകൊണ്ട് ചീത്ത പറയുകയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഞാൻ എണീക്കുമ്പോൾ ഇന്ന് ലേറ്റായി, 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ഇവിടെ ഒരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വലിയ അനിയനാണ് ചെയ്യുന്നത്. അമ്മ പറഞ്ഞിട്ടാട്ടോ ചെയ്യണത്. ഇതെന്താ വെച്ചാൽ തണുപ്പെന്നേ ചൂടാണല്ലോ. അപ്പോൾ ഈ നമ്മുടെ ചോറിനെ തൈരൊക്കെ ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പേഴ്സണലി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് അത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കും. ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അടുത്ത് ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചതിന് ശേഷം വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും നൈസായിട്ട് ഇടയിൽ കൂടെ ഓരോ വർക്കും ചെയ്തിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അത് ഫുള്ളായി കഴിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഈവനിങ്, രാവിലത്തെ അത്ര ക്ലിപ്പേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഈവനിങ് എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ വലിയ ദൂരേക്കൊന്നുമല്ല. ഇവിടെ അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ അതുവരെ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, മൂഡ് ഓഫ് ആയ പോലെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകും. അങ്ങനെ റെഡിയാവുമെന്ന് വെച്ചാൽ തല മാത്രം കെട്ടുന്നുള്ളൂ. തലയൊക്കെ മുടി കെട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം എൻ്റെ മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വെള്ളമൊക്കെ രാവിലെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത ശേഷം രാവിലെ അല്ല അപ്ലൈ ചെയ്തത്. ഞാൻ അത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം അപ്ലൈ ചെയ്തിട്ടാണ് കുളിച്ചത്. അങ്ങനെ അതൊക്കെ ഇതാക്കിയിട്ട് കുളിച്ചതിന് ശേഷം അങ്ങനെ റെഡിയായതിന് ശേഷം പുറത്തൊക്കെ പോയിട്ട് വന്നു. പുറത്ത് പോകുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ ഇടയിൽ കൂടെ ഞാൻ നഖത്തിൽ മൈലാഞ്ചൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. നെയിൽ പോളിഷ് ഇടും, എപ്പോഴെങ്കിലുമൊക്കെ ഇടുകയുള്ളൂ. പക്ഷെ കൂടുതലും മെഹന്തി ഇടുന്നതാണ് കേട്ടോ കൂടുതലും. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2-3 ഡേയ്സ് ആകുമ്പോഴത്തേനും പോകും. അതിൻ്റെ ഇടയിൽ കൂടെ വൈകുന്നേരം ബാക്കിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. കാരണം നല്ലൊരു ആംബിയൻസ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടെയാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. കാരണം പുറത്ത് ഈ വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ നേരത്തെയൊക്കെ ഇങ്ങനെ എണീച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ്. എന്നിട്ട് അന്നത്തെ ദിവസം നൈറ്റ് തന്നെ എന്താ പറയുക, മുട്ടനെ ഇങ്ങനെ ചിക്കി വറുക്കുക എന്നൊക്കെ പറയും, അതുണ്ടാക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഞങ്ങൾക്ക് ഇതും അച്ഛനും ഓംപ്ലേറ്റുമാണ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ എന്താ പറയുക, ഓംപ്ലേറ്റ് അല്ല, ബുൾസ അങ്ങനെ എന്താ പറയും, അങ്ങനത്തെ സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി ഇടയിൽ കൂടെ തന്നെ ഫോണിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണിങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ഒരു ലൈനായിട്ട് സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ ഞാൻ കുറേ നേരം അത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ റെസിപ്പിയൊന്നും വലിയ കാര്യമായിട്ട് പറയാനില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ.
അങ്ങനെ ഇടയിൽ കൂടെ അതും ഞാൻ പറഞ്ഞ സംഭവം കൂടെ ദോശക്കല്ലിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നൈറ്റ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഈവനിങ്, അതായത് അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇതും പറയുന്ന പോലെ വലിയ ലോങ് വീഡിയോ ആയിട്ടൊന്നുമില്ല. അന്ന് ഈവനിങ് എന്തൊക്കെ ഉണ്ടായോ അത് മാത്രമേ ആഡ് ആക്കിയിട്ടുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ വീഡിയോ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അന്നത്തെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഡിന്നർ. സോ ആദ്യം തന്നെ ഗ്യാസൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് എന്നൊക്കെ പറയും, അങ്ങനെ ഒരു സംഭവം കിട്ടുകയുള്ളൂ. അങ്ങനെ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ഫുള്ളായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് പിന്നീട് വലിയൊരു പണിയായിട്ട് മാറില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കി വെക്കലാണ് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ക്ലീനാക്കിയ ശേഷം നൈറ്റ് ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഞാനത് ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതങ്ങനെ നിങ്ങൾ ഓൾറെഡി ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ലോങ് വീഡിയോയിൽ ജസ്റ്റ് ആഡ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, ദോശയും ചട്നിയും ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ്. ലൈറ്റ് ഫുഡാണ് ഉദ്ദേശിക്കണം നൈറ്റ്, കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ അന്ന് നൈറ്റ് എന്താ പറയുക, തക്കാളി ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. തക്കാളിയും ഉള്ളിയും മുളക് പൊടി ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 10-15 മിനിറ്റൊക്കെ നന്നായിട്ട് മസാലയുടെ മണം പോകുന്ന വരെ ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം ചൂടാറിയിട്ട് അരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പകുതി സ്കിപ്പാക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ. എനിക്ക് കറക്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, സത്യമായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനേ അറിയില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഓരോന്ന് പഠിക്കണത്. പണ്ട് ഞാൻ നല്ല ഒന്നും ഉണ്ടാക്കില്ല, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. വീട്ടുകാരും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓരോന്ന് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാക്കാൻ പറയാറുണ്ട്. പക്ഷെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു കുറവും ഉണ്ടാവില്ല, നല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും. എല്ലാവരും ചില ആൾക്കാരൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും, പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫുള്ള് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് കിട്ടുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ജസ്റ്റ് ഇത് അരയ്ക്കുക, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഇങ്ങനെ ചുട്ടുവരുമ്പോൾ തന്നെ മതിയാവും കേട്ടോ. എങ്കിലും നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് എനിക്ക് ദോശ കിട്ടാറ് തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഫസ്റ്റ് ദോശ ഞാനൊരു യുദ്ധമായിരുന്നു. അതാണ് നിങ്ങൾ മറ്റേ കറണ്ടിയിലൊക്കെ കാണുന്നത് കേട്ടോ, ആ പിടിയിൽ കാണുന്ന അതാണ്. പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 4 ദോശ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാവ് വേസ്റ്റാണെന്ന് കണ്ടപ്പോൾ സങ്കടമായിരുന്നു. പിന്നെ തന്നെ കിട്ടി കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് വൺ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കുറേ വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ കൂടെ അതിനൊന്നും ഇല്ലാത്ത ടെൻഷനാണ് ഈ ദോശ. എന്താ പറയുക, അങ്ങനെ പൊട്ടി പോവുമോ എന്നുള്ളത് പേടിച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കൂലേ ആ ഒരു ടൈമിൽ. അപ്പോൾ എത്ര പേർക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ.
എനിക്കങ്ങനെയാണ്, ഭയങ്കര ടെൻഷനാണ് ആ സമയത്ത്. ഇനി വന്നിട്ട് ഡേ 3യിലെ കാര്യങ്ങളാണ് കേട്ടോ. അന്നത്തെ ക്ലിപ്പ് അത്രയൊക്കെ ഉള്ളൂ. ഡേ 2യിലെ ക്ലിപ്പ് കുറച്ചൊക്കെ ഉള്ളൂ. ഡേ 3യിലും ക്ലിപ്പ് രാവിലത്തെ ഒരു മോർണിംഗ് ഉണ്ടായ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുടിച്ചു. ചായക്ക് എനിക്ക് ബിസ്ക്കറ്റ് കമ്പൽസറിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ചെറിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മാഗിയൊക്കെ കഴിച്ചിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.